ഹായ് ഓൾ, എജ് സ്പെക്ട്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു x2 ഇൻ ടേംസ് ഓഫ് x1 പറയുകയുണ്ടായി. അപ്പോൾ x2 ഇൻ ടേംസ് ഓഫ് x1 എന്ന് പറയുമ്പോൾ എത്ര ഡി കൂട്ടണം? ഒരു ഡി കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ x3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 പ്ലസ് എത്ര ഡി കൂട്ടണമായിരുന്നു? 2d കൂട്ടണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് x1 കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 3ാമത്തെ ടേം തന്നിട്ടുണ്ട്. എത്രാമത്തെ ടേം? 5ാമത്തെ ടേം. അത് റിലേറ്റ് ചെയ്ത് പറയണം. എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ, x5 പറയാൻ വേണ്ടിയിട്ട് x3യോട് കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എത്ര എണ്ണം കൂട്ടണമെന്ന് ചോദിച്ചാൽ, ഇവിടെ 5 അല്ലേ, ഇവിടെ 3 അല്ലേ, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് ആയിട്ട് കൂട്ടേണ്ടത്. എത്ര പ്രാവശ്യമുണ്ട് വ്യത്യാസം? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെയാണെങ്കിൽ x2ഉം x10 വിചാരിക്കുക. അപ്പോൾ x10 കണ്ടുപിടിക്കണം. ഏതിനെ റിലേറ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ? x2 നമുക്കുള്ളൂ. അപ്പോൾ x2ൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം? അത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എടുക്കേണ്ടത്. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവ തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. 8 ടൈംസ് എന്ത് കൂട്ടണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇൻ ടേംസ് ഓഫ് x1 ടൈമിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ x25 എന്ന് പറയുന്നത് എത്രയെന്ന് പഠിച്ചു? x1 പ്ലസ് 24d എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? x1 മാറിയിട്ട് വേറെ ഏതെങ്കിലും ടേമുകൾ. ഇപ്പോൾ x20യും x25 തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ x25 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x20യോടൊപ്പം എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, x25ഉം x20 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ 5 ടൈംസ് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എക്സർസൈസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് ദ 8th ടേം ഈസ് 35. അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് 13th ടേം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് 23rd ടേം എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 13ാമത്തെ ടേമും 23ാമത്തെ ടേമും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്തെഴുതാം. തേർഡ് ടേമിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? x3 എന്ന് ഡിനോട്ട് ചെയ്യാം. x3 ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്? 15 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അടുത്ത് തന്നിട്ടുള്ള 8th ടേം അല്ലേ? 8th ടേം എന്ന് പറയുമ്പോൾ x8 ഈക്വൽ ടു 35. ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അടുത്തടുത്തുള്ള ടേമുകളാണോ തന്നിട്ടുള്ളതെന്ന് നോക്കുക. അടുത്തടുത്തുള്ള ടേമുകളല്ല. അപ്പോൾ അല്ലാത്തപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്? d ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ d ഈക്വൽ ടു ടേം ഡിഫറൻസ് ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? 35 മൈനസ് 15 എന്ന് പറയുന്നതാണ്. 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 8 മൈനസ് 5 ആണ്. ഓക്കെ, 35 മൈനസ് 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. 20 ഡിവൈഡഡ് ബൈ 8 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് 8 മൈനസ് 3 ആണ്. 3 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ക്വസ്റ്റ്യനായ 13th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? x13 കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ ഒന്നുകിൽ തേർഡ് ടേം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ 8th ടേം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ 8th ടേം വെച്ചിട്ടാണ് ചെയ്യുന്നത്. x8നോടൊപ്പം എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് 13th ടേമിലേക്ക് എത്താൻ പറ്റും? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? അത്രയും ടൈംസ് ആണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര? 13ൽ നിന്ന് 8 പോയാൽ എത്രയാണ്? 5 ആണ്. 5 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് വേണമെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. തേർഡ് ടൈമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും?
10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ 8th ടൈം നമുക്കറിയാമെന്നുള്ളത് കാരണം 8th ടൈം എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ x13 ഈക്വൽ ടു x8നോടൊപ്പം 5 പ്രാവശ്യം എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ x8 ആണ്, x8 എത്രയാണ്, 35 ആണ്. 35 പ്ലസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു, 4 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം എന്ത് ചെയ്യുക, 35 പ്ലസ് ഇവ തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും, 20 എന്ന് കിട്ടും. ഇനി ആഡ് ചെയ്യുമ്പോൾ 35 പ്ലസ് 20 എന്ന് പറയുന്നത് എത്രയാണ്, 55 എന്ന ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x13 കണ്ടുപിടിച്ചത് x8നോടൊപ്പം എത്ര പ്രാവശ്യം ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുത്ത് എന്ത് ചെയ്യേണ്ടത്, കോമൺ ഡിഫറൻസ് അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. 35 പ്ലസ് 5 ഇൻറ്റു 4, 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20 ആണ്. 35നോടൊപ്പം ആഡ് ചെയ്തപ്പോൾ എത്ര നേടി, 55 എന്ന് കിട്ടി. x13 എന്ന് പറയുന്നത് എത്രയാണ്, 55 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. എത്രാമത്തെ ടൈമാണ്, 23rd ടൈമാണ്. x23 കണ്ടുപിടിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇൻ ടേംസ് ഓഫ് x8 കണ്ടുപിടിക്കാം, x13 കണ്ടുപിടിക്കാം, x3 വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഞാനിവിടെ വളരെ അടുത്തായത് കാരണം x13 ആണ് എടുക്കുന്നത്. x13 പ്ലസ് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം, ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 10 ആണ്. 10 പ്രാവശ്യം എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. x13 എന്ന് പറയുന്നത് എത്രയാണ്, x13 എന്ന് പറയുന്നതിൻ്റെ ആൻസർ നമ്മൾ 55 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എത്ര പ്രാവശ്യം, 10 ടൈംസ് കോമൺ ഡിഫറൻസ് എത്രയാണ്, ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, 4. ഓക്കെ, 55 ഒന്നും ചെയ്യരുത്. ആദ്യം എന്ത് ചെയ്യുക, ഒരു ഇക്വേഷനിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡിഷനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബോർഡ് മാസ്റ്റർ റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുക. ഇവിടെ ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും, 10 ഇൻറ്റു 4 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 55 പ്ലസ് 40 എന്ന് പറയുന്നത് 95 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 23ാമത്തെ ടൈം 23rd ടൈം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി, 95 എന്ന് കിട്ടി. ഇത് ഞാൻ ഇത് വെച്ചിട്ടാണ് x13 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ x8 വെച്ചിട്ട് വേണേലും ചെയ്യാം, x3 വെച്ചിട്ട് വേണേലും ചെയ്യാം. അവ തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് കൊണ്ട് ഗുണിച്ചതിന് ശേഷം ആഡ് ചെയ്ത് എടുക്കുക. എങ്ങനെ ചെയ്താലും നമുക്ക് 95 എന്ന് തന്നെയായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ x35 വെച്ചിട്ട് 13 ചെയ്തപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു, 10 ടൈംസ്. അപ്പോൾ 55 പ്ലസ് 10 ഇൻറ്റു 4 ഈക്വൽ ടു 55 പ്ലസ് 40. നമുക്ക് ആൻസർ ആയിട്ട് എത്ര കിട്ടി, 23ാമത്തെ ടൈം എന്ന് പറയുന്നത് 95 ആയിട്ട് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The 5th term of an arithmetic sequence is 21 and the 9th term is 41. First sub question, what is its first term? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് തേർഡ് ടേം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, 5ാമത്തെ ടേം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, x5 ഈക്വൽ ടു എത്രയാണ്, 21 ആണ്. അതുപോലെ x9 ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, 41 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു അടുത്തടുത്ത ടേമുകളാണോ, അല്ലാത്തത് കാരണം ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ട ഫോർമുല. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് എത്രയാണ്, 41 മൈനസ് 21 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 ആണ് ചെയ്യേണ്ടത്. 41 മൈനസ് 21 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 20 എന്ന് കിട്ടും. 20 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി, 5 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x1 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെ ടേം അറിയാം, നമുക്ക് 5ാമത്തെ ടേം അറിയാം. അപ്പോൾ x5ൽ നിന്ന് നമ്മൾ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, x1 കിട്ടുന്നത്. എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം, ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര ടൈംസ്, 4 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ x5 എത്രയാണ്, 21 ആണ്. 21ൽ നിന്ന് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു, 5 ആയിരുന്നു. 5 എന്ത് ചെയ്യുക, 4 ഇൻറ്റു 5. 21 മൈനസ് 4 ഇൻറ്റു 5 എത്രയാണ്, 20 ആണ്. അപ്പോൾ 21 മൈനസ് 20 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയെന്ന് കിട്ടി, 1 എന്ന് കിട്ടി.
ഇത് നമ്മൾ x5ലാണ് ചെയ്തത്, x9ൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം. അവ തമ്മിലുള്ള വ്യത്യാസം 8d എന്ത് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ടി വരും. ഇവിടെ 5 ആയത് കാരണം 4d മൈനസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കണം, തേർഡ് ടേം കണ്ടുപിടിക്കണം. തേർഡ് ടേം എന്ന് പറയുമ്പോൾ x3 ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ഇൻ ടേംസ് ഓഫ് x1ൽ കണ്ടുപിടിക്കാം, അതായത് ആൻസർ 1 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ x5ൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. x5ലാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. x1ലാണെങ്കിൽ 1 വെച്ചിട്ടാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടി വരും, കൂട്ടേണ്ടി വരും. ഞാൻ ഇത് x5ൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. x5നോടൊപ്പം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം, ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 2 ആണ്. 2d ആണ് എന്ത് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത്. അപ്പോൾ x5 എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു, 21 ആണ്. 21 മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്, 5 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 ഇൻറ്റു 5. അപ്പോൾ 21 മൈനസ് 2 ഇൻറ്റു 5 എത്രയാണ്, 10 ആണ്. 21 മൈനസ് 10 എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. അപ്പോൾ തേർഡ് ടൈം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി, 11 എന്ന് കിട്ടി. അപ്പോൾ x3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് എന്താണ്, x5ൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചു. ഇവിടെയാണെങ്കിൽ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, കൂട്ടണം. x1 വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണമായിരുന്നു. അങ്ങനെയാണെങ്കിലും 1ൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് 5 ആണ്. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. 10 പ്ലസ് 1 എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. അപ്പോൾ ഇൻ ടേംസ് ഓഫ് x5ൽ കണ്ടുപിടിച്ചത് കാരണമാണ് കോമൺ ഡിഫറൻസ് 2d എന്ത് ചെയ്തത്, മൈനസ് ചെയ്തത്. x1ലാണെങ്കിൽ അപ്പോൾ നമുക്ക് അവ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ചെറുതാണെങ്കിൽ ഇവിടെ വലിയ ടൈമിൽ നിന്ന് എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ വലുതാണെങ്കിൽ ചെറുതിൻ്റെയോടൊപ്പം എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് x5 ആണ്. അപ്പോൾ വലിയ ടൈമിൽ നിന്ന് ചെറിയ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തു, കുറച്ചു. x5 മൈനസ് 2d ചെയ്തു. 21 മൈനസ് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 21 മൈനസ് 10 ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 11 കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോർത്ത് ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 61 ആൻഡ് ദ സെവൻത് ടൈം ഈസ് 31. വാട്ട് ഈസ് ഇറ്റ്സ് 10th ടൈം? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം? അപ്പോൾ തന്നിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക, എടുത്തെഴുതുക. ഫോർത്ത് ടൈം ആണ്. x4 ഈക്വൽ ടു എത്രയാണ്, 61 ആണ്. x7 ഈക്വൽ ടു എത്രയാണ്, 31 ആണ്. അടുത്തടുത്ത ടൈമുകളല്ലാത്തത് കാരണം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ d ഈക്വൽ ടു ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ടൈം ഡിഫറൻസ് ഇവിടെ എടുക്കുമ്പോൾ ആദ്യത്തെ ടൈമാണ് വലിയ ടൈം എന്ന് പറഞ്ഞാൽ 61 എടുക്കരുത്. അപ്പോൾ പൊസിഷൻ ഏതാണോ വലുത് അതിൻ്റെ ടൈമാണ് എടുക്കാനുള്ളത്. 31 മൈനസ് 61 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 31 മൈനസ് 61 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 ചെയ്യുക ഈക്വൽ ടു. അപ്പോൾ 31 മൈനസ് 61 ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇവിടെ ചെറിയ നമ്പറിൽ നിന്നാണ് വലിയ നമ്പർ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് എന്ത് ചെയ്യുക, വലുതിൻ്റെ സൈൻ ഇടുക. അപ്പോൾ 61ൽ നിന്ന് 31 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 30 എന്ന് കിട്ടും. വലുതിൻ്റെ സൈനായ മൈനസ് അവിടെ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ മൈനസ് 30 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്ര കിട്ടും, മൈനസ് 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്, മൈനസ് 10 ആണ്. ഇത് ഇവിടുന്ന് നമ്മൾ എടുത്തെഴുതുമ്പോൾ മാറിപ്പോരുത്. തിരിഞ്ഞു പോയാൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയെന്ന് കിട്ടി, മൈനസ് 10 എന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ ടൈമാണ്, 10ാമത്തെ ടൈമാണ്. x10 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാനുള്ളത്. x10 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ളത് x7 അല്ലേ. x7നോടൊപ്പം എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും, ഇവ തമ്മിലുള്ള വ്യത്യാസമായ 3 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. അതുകൊണ്ട് 3d എന്ന് എഴുതി. x7 എത്രയാണ്, x7 എന്ന് പറയുന്നത് 31 ആണ്. 31 പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു, മൈനസ് 10 ആണ്. ആ മൈനസ് അവിടെ ഇടണം കേട്ടോ. മൈനസ് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. മൈനസ് 10 ആണ്. 31 അതുപോലെ തന്നെ എഴുതുക. പ്ലസ് 3 ഇൻറ്റു 10 എന്ന് പറയുന്നത് 30 ആണ്. പക്ഷേ അവിടെ നമുക്ക് എന്തും കൂടെ ഉണ്ട്,
ഒരു മൈനസും കൂടെ ഉണ്ട്, മൈനസ് അവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സംഖ്യകൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ ഇൻറ്റു ചെയ്തിട്ട് ആ നെഗറ്റീവും കൂടെ, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 31 പ്ലസ് ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. -30 = 31ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 10ാമത്തെ ടൈം എത്രയാണ്? 1 ആണ് ചെയ്തത്. മനസ്സിലായോ? x7നോടൊപ്പം എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? ഇവ തമ്മിലുള്ള വ്യത്യാസമായ 3 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -10 ആണ്. ആ -10 ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. 3 × -10 എന്ന് പറയുന്നത് -13 ആണ്, 30 ആണ്. അപ്പോൾ ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ അത് മൈനസ് ആയിട്ട് മാറും. 2 മൈനസാണ് അടുത്തടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഇവിടെ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആയത് കാരണം ഇവിടെ എന്ത് വന്നു? മൈനസ് വന്നു. അപ്പോൾ 31 - 30 എന്ന് പറയുന്നത് നമുക്ക് എത്രയും കിട്ടി? 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x10 10ാമത്തെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 എന്നാണ് ആൻസർ കിട്ടിയത്. അടുത്ത രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ x10ൽ നിന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ x7ൽ നിന്ന് കണ്ടുപിടിക്കാം, x4ൽ നിന്ന് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഞാനിവിടെ എളുപ്പത്തിന് ഏത് ചെയ്യുവാണ്? x4ൽ നിന്ന് കോമൺ ഡിഫറൻസ് കൂട്ടണോ കുറയ്ക്കണോ? ഇവിടെ ചെറിയ ടൈം അല്ലേ, അപ്പോൾ വലിയ ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എത്ര പ്രാവശ്യം കുറയ്ക്കുക? ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 ആണ്. 3 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? കുറയ്ക്കുമ്പോഴാണ് 1ാമത്തെ ടൈം എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പോൾ x4 എത്രയാണ്? x4 എന്ന് പറയുന്നത് 61 ആണ്. -3 × ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -10 ആണ്. -10 എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ 61 - 3 × -10 എന്ന് പറയുന്നത് എത്രയാണ്? -30 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ എന്ത് വന്നു? ഒരു പ്ലസും ഇവിടെ ഒരു മൈനസും വന്നു. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് ഇട്ടു? മൈനസ് ഇട്ടു. ഇവിടെ രണ്ടും എന്താണ്? മൈനസുകളാണ്. അപ്പോൾ 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. +30 എന്ന് ഇടണം. ഇത് മാറിപ്പോകരുത് കേട്ടോ. 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 61 + 30 എന്ന് പറയുന്നത് എത്രയാണ്? 91 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയായിട്ട് കിട്ടി? 91 ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ x4ൽ നിന്നാണ് എടുത്തത്. x7ൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, x10ൽ നിന്ന് വേണമെങ്കിലും ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ x4ൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? 3 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 61 - 3 × -10 എവിടെ നിന്ന് കിട്ടി? കോമൺ ഡിഫറൻസിൽ എന്തുണ്ടായിരുന്നു? മൈനസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കുക. 3 × 10 എന്ന് പറയുന്നത് 30 ആണ്. ഈ മൈനസ് ഉള്ളത് കാരണം മൈനസ് ഇട്ടു. 2 മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ എന്ത് ചെയ്യണം? അത് പ്ലസ് ആക്കി എഴുതുക. 61 + 30 എന്ന് പറയുന്നത് 91 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് എത്രയെന്ന് കിട്ടി? 91 എന്ന് കിട്ടി. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫിഫ്ത്ത് ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് ദ 10th ടൈം ഈസ് 5. 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇറ്റ്സ് 15th ടൈം. 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇറ്റ്സ് 25th ടൈം എന്നാണ്. അപ്പോൾ തന്നിട്ടുള്ളതൊക്കെ എടുത്തെഴുതുക. x5 = എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്? 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. x10 = എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്? 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അടുത്തടുത്ത ടൈമുകളാണോ? അടുത്തടുത്ത ടൈമുകളല്ല. അത് കാരണം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കോമൺ ഡിഫറൻസ് d = ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് = ടൈം എത്രയാണ്? 10ാമത്തെ ടൈം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? 5 മൈനസ് 5ാമത്തെ ടൈം എത്രയാണ്? 10 ആണ്. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഈ ഓർഡറിൽ തന്നെ എഴുതുക. 10 - 5 എന്ന് എഴുതാം. 5ൽ നിന്ന് 10 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 10ൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? 5 മൈനസ് ചെയ്യുക. അപ്പോൾ 5 എന്ന് കിട്ടും. വലുതിൻ്റെ സൈനായ മൈനസ് ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ 10 - 5 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 5 ഡിവൈഡഡ് ബൈ 5 ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇവിടെ മൈനസ് ഉള്ളത് കാരണം എന്നും കൂടെ ഇട്ട് കൊടുക്കുക. -1 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യനായ 15th ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ x15 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? x15 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകിൽ 5th ടൈമിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇല്ലെങ്കിൽ എത്ര
10th ടൈമിനെ വെച്ചിട്ട് ചെയ്യാം. ഞാൻ 10th ടൈമിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള അതായത് 10ാമത്തെ ടൈം നമുക്കുണ്ട്. എത്രാമത്തെ ടൈം കണ്ടുപിടിക്കണം? 15ാമത്തെ ടൈം കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ വലിയ ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ കൂട്ടണോ കുറയ്ക്കണോ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ആഡാണ് ചെയ്യേണ്ടത്. എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5D ആണ്. 5 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈക്വൽ ടു x10 എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു? 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. 5 + 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? -1 ആണ്. 5 ഇൻറ്റു -1 എന്ന് എഴുതി. ഈക്വൽ ടു 5 + 5 ഇൻറ്റു -1 എത്രയാണ്? -5 ആണ്. നേരത്തെ വന്ന കണ്ടീഷൻ ഒരു പ്ലസും ഒരു മൈനസുമാണ് അടുത്തടുത്ത് വരുന്നതെങ്കിൽ അവിടെ എന്തായിട്ട് മാറും? മൈനസായിട്ട് മാറും. -5 5 - 5 എന്ന് പറയുന്നത് 0 ആണ്. x15ൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഇൻ ടേംസ് ഓഫ് എന്തിലാണ് പറഞ്ഞത്? x10ലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x10നോടൊപ്പം കോമൺ ഡിഫറൻസ് എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടി? 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി. 5 ഇൻറ്റു -1 എന്ന് പറയുന്നത് -5 ആണ്. ഇവിടെ ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും? മൈനസായിട്ട് മാറും. 5 - 5 ഈക്വൽ ടു എന്തായിട്ട് മാറി? 0. അപ്പോൾ x15 അപ്പോൾ 15ാമത്തെ ടൈം എത്രയെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? എത്രാമത്തെ ടൈം കണ്ടുപിടിക്കണം? 25ാമത്തെ x25 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഞാനതിനെ ഏത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്? 15ാമത്തെ ടൈമിനെ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. വേണമെങ്കിൽ 10ാമത്തെ ടൈം വെച്ചിട്ട് കണ്ടുപിടിക്കാം, 5ാമത്തെ ടൈം വെച്ചിട്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഞാനിവിടെ 15ാമത്തെ ടൈം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. 15ാമത്തെ ടൈമിനോടൊപ്പം എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ x15 എന്ന് പറഞ്ഞത് എത്രയായിരുന്നു ആൻസർ? 0 ആണ് ആൻസർ. 0യോടൊപ്പം 10 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? -1 ആണ്. 0 + 10 × 1 എന്ന് പറയുന്നത് 10 തന്നെയാണ്. -10 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഈക്വൽ ടു 0 - 10. 0 - 10 എത്രയാണ്? 0 - 10 എന്ന് പറയുന്നത് -10 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ x25ൻ്റെ ആൻസർ എത്രയെന്ന് കിട്ടി? -10 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ചെയ്തത് വേറെ ഒന്നുമില്ല. ഇൻ ടേംസ് ഓഫ് x15ലാണ് x25 എന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ അത്രയും ടൈംസ് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 10D ആണ്. D എന്ന് പറയുന്ന ഇത് -1 ആയത് കാരണം ഡിക്ക് പകരം എത്ര ഇട്ട് കൊടുത്തു? -1 ഇട്ട് കൊടുത്തു. അപ്പോൾ 10 × 1 എന്ന് പറയുന്നത് 10 ആണ്. ഈ മൈനസ് ഉള്ളത് കാരണം മൈനസ് ഇട്ടു. ഒരു പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ അതെന്തായിട്ട് മാറും? മൈനസായിട്ട് മാറും. 0 - 10 എന്ന് പറയുന്നത് -10 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ x25ൻ്റെ ആൻസർ എത്രയെന്ന് കിട്ടി? -10 എന്ന് കിട്ടി. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.